ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവൻ്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സകല മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ 3-ാം അധ്യായത്തിൻ്റെ തന്നെ 23-ാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നും 12-ാമത്തെ വാക്യത്തിൽ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്ന് നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല എന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ, നീതീകരണം എന്ന വിഷയം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. കുറ്റം വിധിക്കുവാൻ മറ്റാർക്കും അനുവാദം ഇല്ല. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിൻ്റെ ജനമേ, നാം ആരും ജന്മനാലോ പ്രവൃത്തികളാലോ നീതിമാന്മാർ ആയവരല്ല. നമ്മെ നീതീകരിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് ഇഷ്ടം തോന്നി. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ നാം നീതിമാന്മാർ എന്ന് തോന്നി, പ്രാർത്ഥന ഇല്ലാതെ, ദൈവവചന ധ്യാനമില്ലാതെ, ദൈവിക ബന്ധമില്ലാതെ സ്വാർത്ഥരായി മുന്നോട്ട് കടന്നു പോകത്തക്ക നിലകളിൽ നമ്മിൽ പാപമില്ല, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന ചിന്തയോടുകൂടെ പിശാച് നമ്മെ മനഃപൂർവ്വം വഞ്ചിച്ച് കളയുന്ന അനുഭവങ്ങളുണ്ട്. ആയതിനാൽ പിശാചിൻ്റെ വഞ്ചനയിലും ചതികളിലും അകപ്പെട്ടു പോകുവാൻ ഇടവരരുത്. നീതീകരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നമുക്ക് നൽകിയിരിക്കുന്നതാണ് നീതീകരണവും രക്ഷയും വീണ്ടെടുപ്പുമെല്ലാം. ആയതിനാൽ ആ നീതീകരണവും രക്ഷയും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നാം ആരും കാരണമല്ല. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ ജീവിതത്തിൻ്റെ ഓരോ നാളുകളിലും നമ്മെ നാമാക്കി നിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന ബോധ്യത്തോടുകൂടെ താഴ്മയോടും വിനയത്തോടും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും ദൈവ ആശ്രയബോധത്തെയും അനുഭവിച്ച് മുന്നോട്ട് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. ഓർക്കുക, ഈ ലോകത്തിൽ നമ്മൾ അല്പകാല ജീവികളാണ്. ദൈവം നമുക്ക് നൽകുന്ന നാളെല്ലാം നിത്യത നോക്കിക്കൊണ്ട് പാപം ചെയ്ത് എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപയാലുള്ള നീതീകരണം പ്രാപിച്ചു മുന്നോട്ട് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് വരുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ കർത്താവേ, പിശാചിൻ്റെ ചതിയിലകപ്പെടാതെ യേശുവിൻ്റെ കൃപയിൽ ബലപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുവാൻ ദൈവം സഹായിക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ഞങ്ങളെ നീതീകരിച്ചിരിക്കുകയാൽ കർത്താവേ, ആ നീതീകരണത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കും. സ്വർഗമകനെ ചെയ്തിരിക്കുകയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ.